ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെഴുകുതിരിയുടെ പിറവി ലക്ഷ്യം ഒരു ജ്വാലയാവുകയാണ് എന്ന് റൂമി എഴുതുന്നു. വചനവിശുദ്ധിയാർന്ന അനേക ലക്ഷം നെയ്ത്തിരിനാളങ്ങൾ ഉജ്ജ്വലപ്രഭ ചൊരിയുന്ന ഇടമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 23 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും അനേക ലക്ഷം പേരാണ് ഈ വർഷവും ലോഗോസ് എന്ന വചനപ്രഭാപൂരത്തിൽ മാറ്റുരച്ചത്. 4,70,70,781 പേർ ABCDEF എന്നീ 6 വിഭാഗങ്ങളിലായി രൂപത, സംസ്ഥാന, അഖിലേന്ത്യാ തലങ്ങളിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതെത്തിയ 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് ദ്വയം റൗണ്ടാണ്. ഈ റൗണ്ടില് ഓരോ ചോദ്യത്തിനും റൗണ്ടിന്റെ പേരിട്ടിരിക്കുന്നത് പോലെ 2 ഉത്തരങ്ങളുണ്ട്. ദ്വയം എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം 2 എന്നാണ്. അതുപോലെ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളുടെ എണ്ണവും 2 ആയിരിക്കും. ഒരു ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് നേരിട്ട് വരുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 2 ഉത്തരവും പറഞ്ഞാൽ 10 മാർക്ക് കിട്ടും. 1 പറയുന്നുണ്ടെങ്കിൽ 5 മാർക്കായിരിക്കും കിട്ടുക. അത് പാസ് ചെയ്താൽ അതനുസരിച്ച് മാർക്ക് പകുതിയാകുന്നതാണ്. 5 മാർക്കും 2.5 മാർക്കുമാണ്. ഈ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്പർ 6 ഷിബു തോമസിൽ നിന്നാണ് ദ്വയം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം കേൾക്കാം. ലൂക്ക 4-ാമത്തെ അധ്യായത്തിലാണ് കേട്ടോ 7 പ്രാവശ്യം സിനഗോഗ് എന്ന നിർമ്മിതിയെ, കൺസ്ട്രക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയുള്ള മറ്റു 2 നിർമ്മിതികൾ ഏതൊക്കെയാണ്? 7 പ്രാവശ്യം സിനഗോഗ് എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തെക്കുറിച്ച് പറയുന്നു. അവിടെയുള്ള മറ്റ് 2 നിർമ്മിതികൾ ഏതൊക്കെയാണ്? ദേവാലയ ഗോപുരം. പറഞ്ഞോ, എന്നോട് അങ്ങനെ ചോദിക്കാം. അങ്ങനെയുള്ളൊരു നോട്ടമോ ഇതില്ല. എന്തൊക്കെയാണ് 2 ഉത്തരമെന്ന് പറയുക. സമയം കഴിഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് പാസ് ചെയ്യാൻ പോകുന്നത്? പാസ് ചെയ്യുന്നു. ജിസ്മോൻ സണ്ണി, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം സിനഗോഗ് എന്ന നിർമ്മിതി അല്ലെങ്കിൽ ഒരു കെട്ടിടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെയുള്ള മറ്റ് 2 കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നിർമ്മിതി, കൺസ്ട്രക്ഷൻ ഏതൊക്കെയാണ്? ദേവാലയം, മലയുടെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന തങ്ങളുടെ പട്ടണം. മലയുടെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന അവരുടെ പട്ടണം. പട്ടണത്തെ അതൊരു ഇല്ല. പാസ് ചെയ്യുന്നു. അറിയില്ല. ജെറുസലേം ദേവാലയം. സിമിയോന്റെ വീട്. യേശു സിമിയോന്റെ വീട്ടിലേക്ക് പോയി. ഉത്തരം കറക്റ്റാണ്. പത്രോസിന്റെ ഭവനം ശിമയോന്റെ ഭവനം. ഷിബു തോമസ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു. അതിനാൽ 5 മാർക്ക് അവിടെയുണ്ട്. പിന്നീട് പാസ് ചെയ്തത് കൊണ്ട് എത്തിയത് ആനിച്ചേച്ചിയുടെ അടുത്താണ്. ആനിച്ചേച്ചി അതിൻ്റെ ഉത്തരം 2-ാമത്തെ ഉത്തരം പറഞ്ഞു. ശിമയോന്റെ ഭവനം പത്രോസിൻ്റെ ഭവനം എന്ന് പറഞ്ഞതുകൊണ്ട് ആ 5-ൽ പിന്നീട് 2-ാമത് വരുന്ന 5-ൽ പകുതി മാർക്ക്, 2.5 മാർക്ക് ആനിച്ചേച്ചിക്കും നൽകുന്നതായിരിക്കും. ദേവാലയവും പത്രോസിൻ്റെ ഭവനവും 4-9, 4-38. അടുത്ത ചോദ്യം ജിസ്മോൻ സണ്ണിയോടാണ്. ചോദ്യം ഇതാണ്.
റഫായും താഴ്വരയിലൂടെ അതിരുകൾ കടന്നു പോകുന്ന ഗോത്രങ്ങൾ ഏവ? യൂദായിക ഗോത്രം, ശിമയോന്റെ ഗോത്രം, രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ അടുത്ത ഇതിലേക്ക് പാസ് ചെയ്യുകയാണ്. പറയുക, റഫായും താഴ്വരയിലൂടെ അതിരുകൾ കടന്നു പോകുന്ന ഗോത്രങ്ങൾ ഏവ? അറിയില്ല. ചേച്ചിയിലേക്ക് വീണ്ടും വരികയാണ്. യൂദാ ഗോത്രം, ബെഞ്ചമിൻ ഗോത്രം. യൂദാ ഗോത്രം, ബെഞ്ചമിൻ ഗോത്രം. അപ്പോൾ 5 മാർക്ക് ജിസ്മോനും 2.5 മാർക്ക് ചേച്ചിക്കും കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം ലിയ ശ്രീസ സുനിലിനോടാണ്. ചോദ്യം ഇതാണ്: എന്താണ് തിമ്നാസേരയുടെ പ്രത്യേകത? 2 ഉത്തരമാണ് വേണ്ടത്. എന്താണ് തിമ്നാസേരയുടെ പ്രത്യേകത? ജോഷുവയെ അടക്കിയത് സ്ഥലം. 2 ഉത്തരം പറയണം. നമുക്ക് കിട്ടേണ്ടത് 2 ഉത്തരങ്ങളാണ്. കാശ്മലയുടെ വടക്ക്, കാശ്മലയുടെ വടക്ക് 2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പാസ് ചെയ്യുന്നു. ജോഷയ്ക്ക് അവകാശമായി കൊടുത്ത പട്ടണം തിമ്നാത്സേര പട്ടണം. പിന്നെ രണ്ടാമത് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് തിമ്നാത്സേര പട്ടണം ജോഷയ്ക്ക് അവകാശമായി കൊടുത്തു. ഞാൻ ജോഷയെ സംസ്കരിച്ച സ്ഥലം. ഉത്തരം ആദ്യത്തെ ഉത്തരം പറഞ്ഞായിരുന്നു. ലിയ പറഞ്ഞിരുന്നു. ഉത്തരം പറഞ്ഞത് അടക്കിയ സ്ഥലം എന്ന് പറഞ്ഞു. സംസ്കാര സ്ഥലം എന്ന് പറഞ്ഞത് 24:30 അത് നമ്മൾക്കുണ്ട്. പിന്നീട് ചേച്ചി പറഞ്ഞത് ജോഷുവയുടെ അവകാശ സ്ഥലം 19:50 അപ്പോൾ 5 മാർക്ക് ലിയയ്ക്കും 2.5 മാർക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ആൻറ്റിയോട് തന്നെയാണ്. അടുത്ത ചോദ്യം ആൻറ്റിയോട് തന്നെയാണ്. ചോദ്യം ഇതാണ്: നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്. പിന്നീട് 3 ഇടത്ത് മാത്രമാണ് യേശുവിനെ ദൈവപുത്രൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. 2 എണ്ണം നമ്മുടെ പഠനഭാഗത്താണുള്ളത്. എവിടെയാണത്? 3-ാമത്തേത് നമ്മൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മുടെ പഠനഭാഗം. 4:3. രണ്ടാമത്തെ ഉത്തരം ലൂക്ക 4:9. ലൂക്ക 4 നമ്മൾ ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം തന്നെയാണ് വരുന്നത്. അടുത്തത് പാസ് ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. പാസ് ചെയ്യുന്നു. പറയുക. നാലാം അധ്യായം ലൂക്ക 4:41. ലൂക്ക 4:41. ഉത്തരം പൂർണ്ണമായിട്ടില്ലല്ലോ. നമുക്ക് 2 ഉത്തരമല്ലേ വേണ്ടത്. പാസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഷിബു തോമസ്. ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യം. രണ്ടാമത്തേത് പാസ് ചെയ്യുന്നു. ജിസ്മോൻ സണ്ണി. ലൂക്കായിക സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യവും 8-ാം അധ്യായം 29-ാം വാക്യവും. 2 നമുക്ക് വന്നിട്ടുണ്ട്. പാസ് ചെയ്യുകയാണ്. ലിയ അറിയില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു റൗണ്ട് തീർന്നു. എല്ലാവരുടെ അടുത്തും ചോദ്യം വന്നു കഴിഞ്ഞു. ഉത്തരം ക്വിസ് മാസ്റ്റർ തന്നെ പറയുന്നതാണ്. ഉത്തരം പറയാം. 4:41 പിശാചുക്കൾ അവനെ വിളിക്കുന്നുണ്ട്. 1:35 വിളിക്കുന്നതും ദൈവപുത്രൻ ദൂതൻ പറയുന്നുണ്ട്. അപ്പോൾ 4:41 ഉത്തരം പറഞ്ഞതാരാ?
മേരി ആൻറ്റി പറഞ്ഞു. പിന്നീട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മേരി തോമസിന് 2.5 മാർക്ക്. പാസ് ചെയ്തു വന്ന മാർക്കായതുകൊണ്ട്. അടുത്ത ചോദ്യം ആരോടാണ്? അമല ഷിൻഡോയോട്. അമല ഷിൻഡോ, ലൂക്കായുടെ സുവിശേഷത്തിൽ ആരൊക്കെയാണ് യേശുവിനെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്? ഒരാൾ കഫർനാമിലെ സിനഗോഗിൽ സുഖപ്പെടുത്തുന്ന പിശാച് ബാധിതൻ. പിന്നെ ഗബ്രിയേൽ ദൂതൻ. ഒരാള് കഫർനാമിലെ സിനഗോഗിലെ പിശാച് ബാധിതൻ. അധ്യായം ഓർമ്മയുണ്ടോ? അധ്യായം 4-ാം അധ്യായം 32 നമുക്ക് വ്യക്തികളെ മാത്രം മതി, അധ്യായം ആവശ്യമില്ലെങ്കിലും. രണ്ടാമത്തെ ഉത്തരം ഏതാ പറഞ്ഞത്? ഗബ്രിയേൽ ദൂതൻ. ഉത്തരം ശരിയാണ്. ഗബ്രിയേൽ ദൂതൻ 1:35. കഫർനാമിലെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ 4:34. വെരി ഗുഡ്. മേരി തോമസ്, അവസാന ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഏത് കാര്യങ്ങളെ പ്രതിയാണ് അപ്പോസ്തലൻ ഞങ്ങൾ ഭഗ്നാശരല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്? ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയെ. ദൈവകൃപയാൽ. ഓക്കെ, പിന്നെ അടുത്ത ഉത്തരം വരട്ടെ. 2 എണ്ണമാണ്, നമുക്ക് 2 ഉത്തരം വേണം. 2 ഉത്തരം പറയണം. പാസ് ചെയ്യുന്നു ഷിബു തോമസ്. വിഷമിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാവുന്നില്ല. ജിസ്മോൻ സന്നി. അകിച്ചു വീഴ്ത്തപ്പെടുന്നു. നമ്മൾ പാസ് ചെയ്യുകയാണ്. ലിയ ട്രീസ സുനിൽ. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആദ്യ ഉത്തരം മേരി തോമസ് പറഞ്ഞു, രണ്ടാമത്തെ ഉത്തരം ലിയ ട്രീസ സുനിലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉത്തരം ഇതാണ്: ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല, ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുന്നതിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. അപ്പോൾ മേരി തോമസ് ചേച്ചിക്ക് 5 മാർക്കും ലിയ ട്രീസയ്ക്ക് 2.5 മാർക്ക്. ദ്വയം റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇത്തിരി കട്ടിയുള്ള റൗണ്ട് തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും നല്ലതുപോലെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതിൻ്റെ മാർക്കും സ്കോറുമൊക്കെ അറിയാൻ ശ്രമിക്കാം. ലോഗോസ് പ്രതിഭ 2023 മത്സരത്തിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോർ ഇങ്ങനെയാണ്: മേരി തോമസ് 7.5, അമല ഷിൻഡോ 25, ആനി ജോർജ് 7.5, ലിയ ട്രീസ 17.5, ജിസ്മോൻ സണ്ണി 15 points, ഷിബു തോമസ് 20 points. പ്രിയമുള്ളവരെ, അങ്ങനെ ലോഗോസ് പ്രതിഭ ക്വിസ് 2023 മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ട് ശ്രവണം. ഈ റൗണ്ട് ശ്രവണം റൗണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരും. അത് അപൂർണമായ ഓഡിയോ ആയിരിക്കും. അത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഒരു വചനമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതേത് ഭാഗത്തു നിന്നാണ് എന്നുള്ളതുകൂടെ നിങ്ങൾ പറയണം.
കേൾക്കുക, പൂർത്തീകരിക്കുക, അതേത് ഭാഗത്തു നിന്നാണെന്ന് പറയുക. അപ്പോൾ ഇതിൽ പകുതി മാത്രമാണ് നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാകുന്നതെങ്കിൽ 10 മാർക്കിൻ്റെ പകുതി 5 ആയിരിക്കും കിട്ടുക. മുഴുവനും നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും അതേത് ഭാഗത്തു നിന്നുള്ളതാണെന്ന് പറയാനും സാധിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും കിട്ടുക. ഇതും നമ്മൾ പാസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതനുസരിച്ച് മാർക്ക് കുറയും പാസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിന്. ഇത് നമ്മൾ ക്ലോക്ക് വൈസിലായിരിക്കും, 3ാമത്തെ റൗണ്ട് ക്ലോക്ക് വൈസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1ാം നമ്പർ മേരി ആൻറ്റിയാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. വചനം പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം എന്നതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു വ്യവസ്ഥ, ഒന്നാമത്തേത്. പിന്നീട് അധ്യായം മാത്രം പറഞ്ഞാൽ പോരാ, വാക്യവും പറയണം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ്: ശ്രവിക്കുക, അതിൻ്റെ പിന്നീടുള്ള ഭാഗം അങ്ങ് പൂർത്തീകരിക്കുക, പൂർത്തീകരിച്ചതിന് ശേഷം ഏത് പുസ്തകമാണ്, ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ് എന്ന് പറയുക. ആം ഐ ക്ലിയർ ടു യു? ചോദ്യം വരുന്നത് മേരി തോമസിനോടാണ്. ശ്രദ്ധയോടെ കേൾക്കണം. വിറകിനൊത്ത് തീ ആളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം. വിറകിനൊത്ത് തീ ആളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം. കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. പ്രഭാഷകൻ 29:10 അധ്യായം 28:10. പ്രഭാഷകൻ 28:10. ഞാൻ മുന്നോട്ട് പോകാമോ? ജൂറിയാണ് ഇതെന്നോട് പറയേണ്ടത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. ചോദ്യം ഇതായിരുന്നു: വിറകിനൊത്ത് തീയാളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം. അത് പൂർത്തീകരിച്ചത് കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. ചാപ്റ്റർ 28, പ്രഭാഷകൻ 28:10. മേരി തോമസ്, ഉത്തരം ശരിയാണ്. അതുകൊണ്ട് മേരി തോമസ് ആൻറ്റിക്ക് 10 മാർക്ക് ക്വിസ് മാസ്റ്റർ നൽകിയിരിക്കുന്നു. അടുത്തത് അമലയോടാണ്. അമല, ശ്രദ്ധയോടെ കേൾക്കുക. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കും. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കും. വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർത്ഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും. പ്രഭാഷകൻ 27-ാം അധ്യായം 6-ാം വാക്യം. ജൂറിയാണ് എന്നോട് പറയേണ്ടത്. കറക്റ്റാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു. അമല വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും. പ്രഭാഷകൻ 27-ാം അധ്യായം 6-ാമത്തെ വചനം. ബ്യൂട്ടിഫുൾ. അമലയ്ക്കും 10 പോയിന്റ് മാസ്റ്റർ നൽകുന്നു. അനി ചേച്ചിയോടാണ്. ശ്രദ്ധയോടെ കേൾക്കുക. എന്തെങ്കിലും കേൾക്കുന്നില്ലേ? പറഞ്ഞു. ഒഴിവാണെങ്കിൽ വെച്ച് കിട്ടാം, ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. 27 പ്രഭാഷകൻ 27-21. ജൂറി, നമ്മൾ മുന്നോട്ട് പോകുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം, ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. 27-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിനും പൂർണ്ണമായ ഉത്തരം ക്വിസ് മാസ്റ്ററിന് ലഭിച്ചിരിക്കുകയാണ്. 4ാമത്തെ ചോദ്യം ലിയ ട്രീസ സുനിലിനോടാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പ്രഭാഷകൻ 30:8. ജൂറി, ചോദ്യം ഇതാണ്: മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ഉത്തരം ലിയ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. 30-ാം അധ്യായം 8-ാമത്തെ വചനം. ജിസ്മോൻ, ശ്രദ്ധയോടെ കേൾക്കുക. ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു,
ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. ഉരുക്കിന്റെ പദം ചുവയിൽ കഴിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. പ്രഭാഷകൻ 31:26. ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു. പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. 31:26. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ജിസ്മോൻ സണ്ണിക്കും 10 മാർക്ക്. 10 മാർക്കുണ്ട്. ശിവു തോമസ് ചേട്ടാ. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് കേശാരാവം മുഴക്കുന്നു. പ്രഭാഷകൻ 33-ാം അധ്യായം 6-ാം വാക്യം. മുന്നോട്ട് പോകാം. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തു കുതിരയെ പോലെയാണ്. ഉത്തരം ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. 33:6. ഈ ഒരു റൗണ്ട് സുന്ദരമായി അവസാനിച്ചു. ഷിബു തോമസ് പറഞ്ഞത് ശരി ഉത്തരമാണ്. നമ്മൾക്കെല്ലാവർക്കും കൈയടിക്കാം. നോക്കുക, നമ്മുടെ 6 കോണ്ടസ്റ്റൻസും വളരെ മനോഹരമായിട്ടാണ് ഈ റൗണ്ട് അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഉത്തരം പറയാൻ സാധിച്ചു. ലളിതമായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ പക്ഷെ അർത്ഥം. പ്രഭാഷകൻ അവർ അരച്ച് കലക്കി കുടിച്ചത് കൊണ്ടാണ് അവർ ലളിതമായിട്ട് അത് ഉത്തരം പറഞ്ഞത്. അത് തന്നെ. ശ്രവണം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അതിൽ മനോഹരമായിട്ട് ഉത്തരം നൽകിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് അതിലെ പോയിന്റുകൾ നോക്കാം. മൂന്നാമത്തെ റൗണ്ട് സമാപിക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ നേടിയിരിക്കുന്ന സ്കോർ ഇങ്ങനെയാണ്. മേരി തോമസ് 17.5 മാർക്ക്, അമല ഷിൻഡോ 35 മാർക്ക്, ആനി ജോർജ് 17.5 മാർക്ക്, ലിയ ട്രീസ സുനിൽ 27.5 മാർക്ക്, ജിസ്മോൻ സണ്ണി 25 മാർക്ക്, ഷിബു തോമസ് 30 മാർക്ക്. ലോഗോസ് പ്രതിഭ 2023 ഇന്നത്തെ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മികച്ച റൗണ്ടുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. 2 കൊറിന്ത്യസ് 6:4-8 വരെയുള്ള വാക്യങ്ങളിൽ 23 കാര്യങ്ങളിലാണ് അപ്പോസ്തലൻ അഭിമാനം കൊള്ളുന്നത്. അതിലെ ഏതു വാക്യത്തിലാണ് ദയ എന്ന പദമുള്ളത്? 2 കൊറിന്തോസ് 6-ാം അധ്യായം 6-ാം വാക്യം. ഇതൊക്കെല്ലാം പറയുന്നുണ്ട്. എവിടെയാണ് അപ്പോസ്തലൻ, എന്തിനെയാണ് അപ്പോസ്തലൻ അനുപമമായ മഹത്വം എന്ന് വിളിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനെയാണ് അപ്പോസ്തലൻ അനുപമമായ മഹത്വം എന്ന് വിളിക്കുന്നത്? വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്നാണ് മോള് പറഞ്ഞ ഉത്തരം. മോളെടുത്ത ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിൽ 50-50 വരുമ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന കാര്യം നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. സോറി, ഇല്ല.